വെറും നമ്പർ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് കലാ ആസ്വാദകയായ ഗുരുവായൂർ ചൂണ്ടലിലെ സാവത്രിയമ്മ. 16 വർഷമായി കിടപ്പിലായ ഈ 89-കാരി വീൽചെയറിലെത്തിയ കലോത്സവത്തിലെ മത്സരങ്ങൾ ആസ്വദിച്ചു. മകൻ രാജഗോപാലിനൊപ്പമാണ് ഈ കലാസ്വാദക എത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും പ്രായം കൂടിയ കാണി ആരായിരിക്കും അല്ലേ? നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ അതിഥിയും കാണിയും ഒക്കെ കൈക്കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രായം കൂടിയ ആൾ എന്ന് നമുക്ക് ഇത്തവണ പറയാൻ പറ്റുന്നത് 89-കാരിയായിട്ടുള്ള സാവിത്രിയമ്മയാണ്. സാവിത്രിയമ്മ മകന്റെ കൂടിയാണ്. സാവിത്രിയമ്മയുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 16 വർഷമായി കിടപ്പിലായിട്ടുള്ള ഒരാളാണ്. അവർ വീൽ ചെയറിലാണ് മത്സരം കാണാൻ വന്നിരിക്കുന്നത്. സാവിത്രിയമ്മ ഇവിടെയുണ്ട്. സാവിത്രിയമ്മ ഏത് മത്സരമാണ് കണ്ടേ? ഏത് മത്സരമാണ് കണ്ടേ? എന്താ കണ്ടത്? ഓട്ടംതുള്ളൽ കണ്ടു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? തരക്കേടില്ല. നല്ല ചിരിയാണ് കേട്ടോ. സുന്ദരിയാണല്ലോ. ഇപ്പൊ എത്ര വയസ്സായി? വയസ്സ് എത്ര? 89 അല്ലേ? എന്തായാലും സാവിത്രിയമ്മയ്ക്ക് ആ പ്രായമുള്ളതുകൊണ്ട് അധികം സംസാരിക്കാനൊന്നും വയ്യ. എന്തായാലും മകനുണ്ട് രാജഗോപാല്. അമ്മ കുറെ വർഷമായില്ലേ കിടപ്പിലാണ്? 16 വർഷമായി കിടപ്പായിട്ട്. ഇത് അമ്മയെ ഇപ്പൊ കലോത്സവം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. മറ്റേതെങ്കിലും പരിപാടികൾക്ക് അമ്മ ഇതുപോലെ കൊണ്ടുപോകാം? അത് എല്ലാ പരിപാടിയും കൊണ്ടുപോകും. കാരണം പുലിക്കളി, അതുപോലെ തൃശ്ശൂപുരം, നന്ദഗോവിന്ദം ഭജൻസ് കാണിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ എല്ലാ പരിപാടിയും കൊണ്ടുപോകും. ഇപ്പൊ ഒരു 10-700 സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. അതിലൊരു 400 അമ്പലം തൊഴിച്ചു. ആ ഭാഗ്യമുണ്ടായി എനിക്ക് ഇതായിട്ട്. അമ്മ മോനാണോ? അല്ല, ഞങ്ങള് 4 ആൾക്കാർ, 2 പെൺകുട്ടി 2 ആൺകുട്ടികളാണ്. അതില് ചേച്ചിയും ചേട്ടനും മരിച്ചു. ഞാനും ഇപ്പൊ അമ്മയാണ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് അമ്മയെ എല്ലായിടത്തും കൊണ്ടുപോകുന്നു അല്ലേ? അമ്മയ്ക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഞാനും അമ്മയായിട്ട് കാലത്ത് ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പോയി യാത്രയ്ക്ക് പുറപ്പെടായി. എല്ലാ ദിവസവും യാത്രയുണ്ടാവും. ഗുരുവായൂരാണ് അല്ലേ വീട്? എന്റെ വീട് ഗുരുവായൂരടുത്ത് ചൂണ്ടൽ എന്ന് പറയും. ഈ ഇനിയും മത്സരങ്ങൾ കാണാൻ വരുന്നുണ്ടോ? നാളെയൊക്കെ വരുന്നുണ്ട്. വരും അല്ലേ? മോനോട് പറയണ്ടേ? അങ്ങനെയാണ് സാവിത്രിയമ്മ. പ്രായമില്ല, പ്രായമികൾ തെളിയിക്കുകയാണ് സാവിത്രിയമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനാണ് കിടക്കും മനസ്സിൽ മക്കളെ വേണം. ഇതുപോലുള്ള വാർത്താപത്രങ്ങൾ ഇങ്ങനെ പരിഹരിച്ചാൽ ആ അമ്മയുടെ ആഗ്രഹം രാജഗോപാൽ എന്ന വലിയ ബിക്സ ഒടുക്കുകയാണ്. നാരൂടൊപ്പം KM തൃശ്ശൂർ.